നമ്മുടെ മൊബൈലിൽ വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു രഹസ്യ ട്രിക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. സാധാരണ നമ്മുടെ മൊബൈലിൽ ഒരു ഫയൽ മാനേജർ ഉണ്ടാകും. മൈ ഫയൽ എന്നൊക്കെ അല്ലെങ്കിൽ ഫയൽ മാനേജർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാകും. അത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അതിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടെത്താനും മറ്റുമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഗൂഗിളിൻ്റെ തന്നെ ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരിചയമുണ്ടാകും. ഇതാണ് ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ അകത്തുള്ള ഒരു രഹസ്യ ട്രിക്കാണ് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ മൊബൈലുകളൊക്കെ ഇൻബിൽട്ടായിട്ട് തന്നെ ഈ ഒരു ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. ഇല്ലാത്തവർ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ്. ഇതിൽ ഇമേജ്, വീഡിയോസ്, ഓഡിയോസ്, ഡോക്യുമെൻറ്റ്സ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ 3 ടാബ് താഴെ നിങ്ങൾ കാണാൻ സാധിക്കും. ക്ലീൻ എന്നും ബ്രൗസ് എന്നും ഷെയർ എന്നും 3 ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ഒരു രഹസ്യ ട്രിക്ക് അടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്തത്. ഇവിടെ ബ്രൗസ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് കുറച്ച് താഴെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഫേവറേറ്റ്സ് എന്നും സേവ് ഫോൾഡർ എന്നും 2 ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈലിൽ ഒരുപാട് ഫോട്ടോസ്, വീഡിയോസ് മറ്റുള്ളവർ കാണരുത് എന്ന് കരുതുന്ന ചില ഫയലുകളൊക്കെ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഫയലുകൾ നിങ്ങൾക്ക് ഈ സേവ് ഫോൾഡർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ആർക്കും അത് തുറന്ന് നോക്കാനോ അല്ലെങ്കിൽ ആർക്കും അത് കാണാനോ കഴിയാത്ത രൂപത്തിൽ നമുക്ക് ആ സേവ് ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിൻ ഓർ പാറ്റേൺ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാനിവിടെ പിൻ തിരഞ്ഞെടുക്കുകയാണ്. ഒരു 4 അക്ക പിൻ നമ്പർ ഞാനിവിടെ എൻ്റർ ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുകയാണ്. വീണ്ടും അത് തന്നെ ഞാൻ എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ ആ ഒരു സേവ് ഫോൾഡർ ഓപ്പൺ ആയിട്ടുണ്ട്. ഞാനിവിടെ ഓക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് വരിക. നമുക്ക് ഏതെങ്കിലും ഒരു ഫയൽ, ഞാനിപ്പോൾ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ട് ഞാനൊരു 2 ഇമേജ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഈ 2 ഇമേജ് ഞാൻ ആ ഒരു സേവ് ഫോൾഡറിലേക്ക് മാറ്റുകയാണ്. അതിനായിട്ട് മുകളിൽ വലതുവശത്ത് കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മൂവ് ടു സേവ് ഫോൾഡർ എന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കൊടുത്ത ആ പിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. ഞാനിവിടെ എൻ്റർ ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തു. ഇപ്പോൾ ആ 2 ഫയലും ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി കാണാൻ സാധിക്കുകയില്ല. അത് ഇനി കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഇവിടെ സേവ് ഫോൾഡർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആ പിൻ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് 2 ഫയലുകൾ, അതായത് 2 ഫോട്ടോ, ഞാൻ നേരത്തെ മാറ്റിയ 2 ഫോട്ടോ ഇവിടെ കാണാൻ സാധിക്കും. ആ പിൻ നമ്പർ ഇല്ലാതെ ഇത് ഒരിക്കലും തുറക്കാൻ സാധിക്കില്ല. ഇനി ഈ സേവ് ഫോൾഡർ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഹൈഡ് ചെയ്യാനും സാധിക്കും. അതിനായിട്ട് സേവ് ഫോൾഡറിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഹൈഡ് സേവ് ഫോൾഡർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടുന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യും. ആർക്കും ആ ഫോൾഡർ തന്നെ കണ്ടെത്താൻ സാധിക്കില്ല. ഇനി നമുക്ക് ആ ഫോൾഡർ വീണ്ടും കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷോ സേവ് ഫോൾഡർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ഇവിടെ ഷോ ആവുകയും ചെയ്യും. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.